നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളെ പറ്റിയുള്ള അവലോകനങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നടത്തിയത്. അതിൽ രണ്ട് മുന്നണികളും ഇഞ്ചോടിഞ്ച് മത്സരമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ UDFന്റെ ഭാഗത്തു നിന്നും ആരാവണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളാണ് കുറേ ദിവസങ്ങളായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം അഭിപ്രായ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മലപ്പുറം വരെയുള്ള ജില്ലകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് UDFന് മേധാവിത്വം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ LDFന് മേധാവിത്വമുണ്ട്. മലപ്പുറത്ത് വലിയ മേധാവിത്വം UDFനുണ്ട്. ഇതിനിടയിൽ പരസ്പരമുള്ള അട്ടിമറി സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഇതാണ് നിലവിലുള്ള സാഹചര്യം എന്നുള്ളത്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയെ പറ്റിയാണ്. പാലക്കാട് ജില്ല നമുക്കറിയാം, പാലക്കാട് ഏറ്റവും സുശക്തമായ പോരാട്ടം നടക്കുന്ന BJP സാധ്യതയുള്ള പാലക്കാടും മലമ്പുഴയും അടക്കമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ജില്ല എന്നുള്ളത്. ആ ജില്ലയിൽ തന്നെ 12ഓളം മണ്ഡലങ്ങളുണ്ട്. ഇതിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും LDFന്റെ കൂടെയാണ് പരമ്പരാഗതമായിട്ട് നിൽക്കാറ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അതിൽ നിന്ന് വിഭിന്നമായ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറികൾ ആരും പ്രവചിക്കുമെന്നുമില്ല. എങ്കിൽ പോലും പാലക്കാട് ജില്ലയിലെ മണ്ഡലം തല വിലയിരുത്തൽ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായി ഏറ്റവും ഫൈറ്റ് മത്സരം നടക്കുന്ന ഹോട്ട് സീറ്റായ തൃത്താലയെ പറ്റിയാണ്. VT ബൽറാം എന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മന്ത്രി കൂടിയായിട്ടുള്ള നിലവിലുള്ള MP രാജേഷുമാണ് തൃത്താലയിൽ ഏറ്റുമുട്ടുന്നത്. നേരത്തെ പലതവണ VT ബൽറാം വിജയിച്ച മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെയാണ് MP രാജേഷിലൂടെ CPM തിരിച്ചുപിടിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും അതിശക്തമായ പോരാട്ടമാണ് തൃത്താലയിൽ നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. മന്ത്രി MP രാജേഷ് തോൽക്കുമെന്ന് ചില വിലയിരുത്തലുണ്ടായി. VT ബൽറാം തിരിച്ചുപിടിക്കുമെന്ന് വിലയിരുത്തലുണ്ടായി. എങ്കിലും CPM തന്നെ നിലനിർത്തുമെന്നുള്ള വിലയിരുത്തലുകളും കാണാം. ഏതായാലും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. VT ബൽറാമും MP രാജേഷും BJPക്കായി ഉണ്ണി V കൃഷ്ണനുമാണ് മത്സരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ MP രാജേഷും VT ബൽറാമും നേരിട്ട് ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിന്റെ ഭൂരിപക്ഷം കേവലം 3000 വോട്ടായിരുന്നു. അഥവാ മത്സരം ഇഞ്ചോടിഞ്ചാണെന്ന് സാരം. അങ്ങനെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ MP രാജേഷ് VT ബൽറാമിനെ തോൽപ്പിച്ചത് 3000 വോട്ടിനാണ്. 69,000 വോട്ട് രാജേഷ് നേടിയപ്പോൾ 66,000 ചില്ലാനം വോട്ടാണ് VT ബൽറാമിന് നേടാനായത്. SDPI എന്ന് മത്സരിച്ചിട്ടുണ്ട്. 1000 ചില്ലാനം വോട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ VT ബൽറാം 66,000 വോട്ടാണ് നേടിയത്. അന്ന് CPMന്റെ സുബൈദ ഇസാഖാണ് മത്സരിച്ചത്. അവർക്ക് 55,000 ചില്ലാനം വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ അന്നത്തെ വിക്ടറി എന്നുള്ളത്, മാർജിൻ എന്നുള്ളത് 10,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അതായത് 2016 കോൺഗ്രസിന്റെ VT ബൽറാം അത്രയൊന്നും സുപരിചിതനല്ലാത്ത ഒരു CPM സ്ഥാനാർത്ഥിയോട് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ MP രാജേഷ് മണ്ഡലം അട്ടിമറിയിലൂടെ തിരിച്ചുപിടിച്ചു. 3000 വോട്ടിൻ്റെതാണ് ഭൂരിപക്ഷം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF ട്രെൻഡ് അനുകൂലമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നും VT ബൽറാമാണ് വിജയിച്ചത്. 57,000 ചില്ലാനം വോട്ട്. CPMന്റെ മമ്മുക്കുട്ടി പിക്ക് 54,000 ചില്ലാനം വോട്ട്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 3,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അഥവാ അവിടെ 3,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2011 VT ബൽറാം വിജയിച്ചു. 2016 എത്തുമ്പോൾ ആ വിജയം എന്നുള്ളത് നമ്പർ മാറിയിട്ട് 10,000 മുകളിലാക്കാൻ VT ബൽറാമിന് സാധിച്ചു. പക്ഷേ 2021 എത്തുമ്പോൾ 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MP രാജേഷ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നതാണ് കണ്ടത്. ഇത്തവണയും അതിശക്തമായ മത്സരമാണ് നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ആർക്കാണ് വിജയം എന്നുള്ളത് വളരെ ഇപ്പോഴും നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. MP രാജേഷ് മന്ത്രി എന്നുള്ള നിലയിലുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ VT ബൽറാം എന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഒരു ആന്റി ഫാസിസ്റ്റ് നിലപാടുള്ള RSS വിരുദ്ധ നിലപാടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ വിജയിപ്പിച്ചു മാറ്റുമോ തൃത്താല എന്ന് തന്നെയാണ് ആളുകൾ നോക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 3000 ഭൂരിപക്ഷം എന്നുള്ളത് വളരെ വലിയ ഭൂരിപക്ഷമൊന്നുമല്ല.
അവിടെ നേരിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് മാത്രമാണ് LDFിനുണ്ടായ നേട്ടം. ഇത്തവണയും അതിശക്തമായ പോരാട്ടമാണ് VT ബൽറാമിന് നേരിയ മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം വിലയിരുത്താം. പട്ടാമ്പി CPI മത്സരിക്കുന്ന LDFിന് വേണ്ടി CPI മത്സരിക്കുന്ന മുഹമ്മദ് മുഹ്സിൻ മത്സരിക്കുന്ന പട്ടാമ്പിയാണ്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന് TP ഷാജിയാണ്. BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മുഹ്സിന്റെ ഭൂരിപക്ഷം 17,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. റിയാസ് മുക്കോളിയാണ് അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. SDPIക്കും അത്യാവശ്യം വോട്ടുള്ള മണ്ഡലമാണ്. BJPയും മത്സര രംഗത്തുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മുഹ്സിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 7,000 ചില്ലാനം വോട്ടായിരുന്നു. അതായത് 2016 7,000 ചില്ലാനം വോട്ടിന് വിജയിച്ച മണ്ഡലത്തിലാണ് 2021 എത്തുമ്പോൾ മുഹമ്മദ് മുഹ്സിന്റെ ഭൂരിപക്ഷം 17,000 ആവുന്നത്. 17,000 മാറുന്നു എന്നുള്ളതാണ്. അതേ മുഹമ്മദ് മുഹ്സിനിലൂടെ LDF മണ്ഡലം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2011 തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അന്ന് CP മുഹമ്മദ് ആണ് കോൺഗ്രസ് മണ്ഡലം നിലനിർത്തുന്നുണ്ടായിരുന്നത്. അന്നത്തെ ഭൂരിപക്ഷം CP മുഹമ്മദിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 12,000 ചില്ലാനം വോട്ടായിരുന്നു. അതായത് 2011 12,000 ചില്ലാനം വോട്ടിന് കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണ് 2016 2021 മുഹമ്മദ് മുഹ്സിനിലൂടെ CPI തിരിച്ചുപിടിക്കുന്നത്, LDF തിരിച്ചുപിടിക്കുന്നത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 2016 10,000 വോട്ടും 2021 അത് 17,000 വോട്ടുമായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് മുഹ്സിൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൊതു ട്രെൻഡായി UDF അനുകൂല തരംഗമുണ്ടായാൽ മുഹമ്മദ് മുഹ്സിന്റെ കയ്യിൽ നിന്നും മണ്ഡലം UDF തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി CPMന്റെ ഉരുക്കുകോട്ടയായ ഷൊർണൂർ മണ്ഡലത്തെ പറ്റിയാണ്. CPM ഉറച്ച വിജയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലത്തിൽ P മമ്മിക്കുട്ടിയാണ് CPM സ്ഥാനാർത്ഥി. ഹരിഗോവിന്ദനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. BJPക്കും ശങ്കുട്ടി ദാസാണ് BJPയുടെ സ്ഥാനാർത്ഥി. BJPയുടെ ഉയർന്ന നേതാവാണ്. 2021 തെരഞ്ഞെടുപ്പിൽ മമ്മിക്കുട്ടിയുടെ ഭൂരിപക്ഷം 36,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അന്ന് ഫിറോസ് ബാബു ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. BJPക്ക് 36,000 ചില്ലാനം വോട്ട് 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലമാണ്. അഥവാ BJPക്ക് 36,000 ചില്ലാനം വോട്ടുള്ള മണ്ഡലമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ PK ശശിയാണ് CPM സ്ഥാനാർത്ഥിയായിരുന്നത്. അന്ന് C സംഗീതയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. BDJS അന്ന് മത്സരിച്ചു. അന്നത്തെ ഭൂരിപക്ഷം 24,000 വോട്ടിൻ്റെതായിരുന്നു CPMന്റെ ഭൂരിപക്ഷം എന്നുള്ളത്. 2011 തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി KS സലീക്ക മത്സരിച്ചു. കോൺഗ്രസിന് വേണ്ടി സനത ജയറാം മത്സരിച്ചു. അന്നത്തെ BJPയോട് കേവലം 10,000 വോട്ടാണ്. അത് 2016 21 28,000 36,000 ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. BJP ഗണ്യമായ വർധനവ് നടത്തുന്നുണ്ട്. അന്നത്തെ ഭൂരിപക്ഷം 2011 ഭൂരിപക്ഷം 13,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ 2011 13,000, 2016 എത്തുമ്പോൾ 24,000, 2021 എത്തുമ്പോൾ 36,000 ചില്ലാനം. അഥവാ കോൺഗ്രസ് കൂടുതൽ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ സംശയമൊന്നുമില്ല, ഷൊർണൂർ തീർച്ചയായും LDF തന്നെ നിലനിർത്തും. CPMൽ നിന്നും പുറത്തുപോയ PK ശശി മത്സരിക്കുന്ന ഒറ്റപ്പാലം മണ്ഡലമാണ്. ഒറ്റപ്പാലം CPMന്റെ ഉറച്ച സീറ്റാണ്. ഇപ്രാവശ്യം വിമത ശബ്ദമായി പാർട്ടിയിൽ നിന്നും പുറത്തുപോയ PK ശശിയാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മേജർ രവിയാണ് BJP സ്ഥാനാർത്ഥി. CPMന് വേണ്ടി K പ്രേംകുമാർ മത്സരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ K പ്രേംകുമാറിന്റെ ഭൂരിപക്ഷം 15,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി P ഉണ്ണിയുടെ ഭൂരിപക്ഷം 16,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2011 CPM സ്ഥാനാർത്ഥി M ഹംസയുടെ ഭൂരിപക്ഷം 13,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും CPMന് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഒറ്റപ്പാലത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്രാവശ്യവും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ശശിയെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന മണ്ഡലമല്ല ഒറ്റപ്പാലം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2021 P സരീനാണ് CPMന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം CPMന്റെ ഭൂരിപക്ഷം 15,000 വോട്ടായിരുന്നു. 16 ഭൂരിപക്ഷം എന്നുള്ളത് 16,000 ആയിരുന്നു. 11 അത് 13,000 ആയിരുന്നു. P ശശി CPMൽ നിന്ന് പുറത്തു പോയെങ്കിലും അദ്ദേഹത്തിന് CPM വിമത വിഭാഗത്തിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്.
ശശിയുടെ ട്രാക്ക് റെക്കോർഡ് അത്രയും നല്ലതല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു മണ്ഡലത്തിൽ ഒറ്റപ്പാലം പോലെയുള്ള CPM-ന്റെ ഷുവർ സീറ്റിൽ ശശിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും സാധ്യമല്ല എന്ന് വേണം വിലയിരുത്താൻ. CPM തന്നെ ഒറ്റപ്പാലം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. സംവരണ മണ്ഡലമായ കോങ്ങാടിനെ പറ്റിയാണ്. കെ ശാന്തകുമാരിയാണ് CPM സ്ഥാനാർത്ഥി. കോൺഗ്രസിന് വേണ്ടി KA തുളസി, BJPക്ക് വേണ്ടി രേണു സുരേഷ്. ഇതാണ് മത്സര ചിത്രം എന്നുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ ശാന്തകുമാരി തന്നെയായിരുന്നു CPM-ന് വേണ്ടി മത്സരിച്ചത്. UC രാമൻ അന്ന് IUML ആണ് ഈ സീറ്റിൽ മത്സരിച്ചത്. കോങ്ങാട് സീറ്റിൽ BJPക്ക് 27,000 ചില്ലാനം വോട്ടുള്ള മണ്ഡലമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ CPM-ന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 27,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2016 KV വിജയദാസ് മത്സരിച്ചപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം 13,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2011 CPM-ന്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 3,500 ചില്ലാനമായിരുന്നു. അന്ന് KV വിജയദാസും P സ്വാമിനാഥനുമാണ് മത്സരിച്ചത്. പക്ഷെ അന്നും BJPക്ക് വലിയ വോട്ടില്ല എന്നുള്ളതാണ്. അഥവാ BJP വോട്ട് ഗണ്യമായി വർദ്ധിക്കുമ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ആ വോട്ടുകൾ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. 2011 3,500 ചില്ലാനം എന്നുള്ള ഭൂരിപക്ഷം 2016 എത്തുമ്പോൾ അത് 13,000 ചില്ലാനവും 2021 എത്തുമ്പോൾ അത് 27,000 ചില്ലാനവുമായിട്ട് മാറുന്നുണ്ട്. ഈ കണക്കിന് കോങ്ങാട് മണ്ഡലം CPM തന്നെ LDF തന്നെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ണാർക്കാട് N ഷംസുദ്ദീൻ തന്നെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. CPI-യുടെ അബൂബക്കർ മൻസിലാണ് LDF സ്ഥാനാർത്ഥി. BDJS ആണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. 2021 ഷംസുദ്ദീന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 5,870 വോട്ടിൻ്റെതായിരുന്നു. അഥവാ ഭൂരിപക്ഷം 5,000 ചില്ലാനമാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം AIDMKക്ക് ഒരു 10,000 ചില്ലാനം വോട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ ഷംസുദ്ദീൻ 5,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. 2016 തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്നത്തെ ഭൂരിപക്ഷം ഷംസുദ്ദീന്റെ ഭൂരിപക്ഷം 12,000 ചില്ലാനമായിരുന്നു. അന്ന് ഷംസുദ്ദീനെതിരെ KP സുരേഷ് രാജാണ് CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. 12,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്നുണ്ടായിരുന്നത്. 2011 ഷംസുദ്ദീൻ വിജയിച്ചത് 8,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അന്ന് ചാമുണ്ണി CPI-ക്ക് വേണ്ടി മത്സരിച്ചു. BJPക്ക് അത്ര വലിയ വോട്ടുള്ള മണ്ഡലമാണെന്ന് വിലയിരുത്താൻ വയ്യ. കാരണം ഏറ്റവും അവസാനം 2021 അത്ര വലിയ വോട്ടിലേക്കൊന്നും അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഷംസുദ്ദീൻ നിലനിർത്താൻ തന്നെയാണ് സാധ്യത. നേരത്തെ കാന്തപുരവുമായി ബന്ധപ്പെട്ട് ഷംസുദ്ദീനെ പരാജയപ്പെടുത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ് അത് നടക്കാത്തൊരു സാഹചര്യം, അതിനെ UDF ആഘോഷിച്ചതൊക്കെ വലിയ വിഷയമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞ ഷംസുദ്ദീന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനി പഴയ VS അച്യുതാനന്ദന്റെ മണ്ഡലമായ മലമ്പുഴയെ പറ്റിയാണ്. മലമ്പുഴയിൽ A സുരേഷ് ആണ് കോൺഗ്രസിന് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത്. CPM-ന് വേണ്ടി A പ്രഭാകരനാണ് സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥിയായി C കൃഷ്ണകുമാറാണ് ഉള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ A പ്രഭാകരന് 75,000 ചില്ലാനം വോട്ട് നേടി. BJP ആണ് അന്ന് രണ്ടാം സ്ഥാനത്തുണ്ടായത്. പ്രത്യേകം ശ്രദ്ധിക്കണം, 50,000 ചില്ലാനം വോട്ടാണ് BJP രണ്ടാം സ്ഥാനത്ത്. കോൺഗ്രസിന് 37,000 ചില്ലാനം വോട്ട് മാത്രമേ ഉള്ളൂ. അഥവാ BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് മലമ്പുഴ എന്നുള്ളത്. അന്ന് 25,000 ഭൂരിപക്ഷത്തിലാണ് CPM വിജയിച്ചത്, A പ്രഭാകരൻ വിജയിച്ചത്. 2016 തെരഞ്ഞെടുപ്പിലും BJP തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്ത്. അന്ന് CPM-ന്റെ VS അച്യുതാനന്ദൻ മത്സരിച്ചത് 73,000 ചില്ലാനം വോട്ട്, BJPക്ക് 46,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ കോൺഗ്രസ് അന്നും 37,000 ആയിരുന്നു. അന്നത്തെ വിക്ടറി അച്യുതാനന്ദന്റെ ഭൂരിപക്ഷം 27,000 ചില്ലാനമായിരുന്നു. അപ്പോൾ 2011 VS അച്യുതാനന്ദനാണ് മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച് വിജയിച്ചത്. പക്ഷെ അന്ന് കോൺഗ്രസ് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു. 54,000 വോട്ട് അന്ന് കോൺഗ്രസിന് നേടാൻ പറ്റിയിട്ടുണ്ട്. അന്ന് അച്യുതാനന്ദന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 23,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അഥവാ 2011 54,000 വോട്ടുള്ള കോൺഗ്രസിന് 2016 21 എത്തുമ്പോൾ അത് കേവലം 35,000 മാത്രമായി ചുരുങ്ങുന്നുണ്ട്. BJP അവരുടെ നമ്പർ 2011 2021 16 അവരുടെ നമ്പർ രണ്ടാം സ്ഥാനത്തേക്ക് 46,000 ആയിട്ട് മാറ്റുന്നുണ്ട്. 2021 എത്തുമ്പോൾ അത് 50,000 കഴിയുന്നുണ്ട്. അഥവാ BJP വർദ്ധിക്കുന്നു, കോൺഗ്രസ് താഴെ പോകുന്നു. ഇതാണ് മലമ്പുഴ മണ്ഡലത്തിലെ സ്ഥിതി എന്നുള്ളത്.
ഇപ്രാവശ്യവും BJP തന്നെയാണ് 2ാം സ്ഥാനം എത്താനുള്ള സാധ്യത. CPM മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. LDF നിലനിർത്താനാണ് സാധ്യത. ഇനി കേരളത്തിൽ തന്നെ ഏറ്റവും സുശക്തമായ ചർച്ചയായ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തെ പറ്റിയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഈ രമേശ് പിഷാരടി ആണ് തെരഞ്ഞെടുപ്പിൽ LDF കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. സിനിമാ താരമാണ്, സുപരിചിതനാണ്, സെലിബ്രിറ്റിയാണ്. അപ്പോൾ രമേശ് പിഷാരടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. LDFന് വേണ്ടി NMR റസാഖ് വളരെ വലിയ പ്രചരണത്തിൽ അവിടെ മുന്നിൽ പോയിട്ടുണ്ട്. അദ്ദേഹമാണ് LDF സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് മത്സരരംഗത്ത്. ശോഭാ സുരേന്ദ്രൻ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. 2024 ബൈ ഇലക്ഷൻ നടന്ന മണ്ഡലം. അന്ന് ഷാഫി പറമ്പിൽ MP ആയതോട് കൂടിയിട്ട് ബൈ ഇലക്ഷനിൽ രാഹുൽ മാങ്കുട്ടത്തിൽ 58,000 വോട്ട് നേടിക്കൊണ്ട് BJPയിലെ C കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തിയ മണ്ഡലം. അന്ന് 3ാം സ്ഥാനത്തായിരുന്നു LDF. എങ്കിലും 37,000 ചില്ലാനം വോട്ട് നേടാനായി. 37-39. അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തലിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 18,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. ഇനി 2021 തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഷാഫി പറമ്പിൽ 54,000 ചില്ലാനവും BJPയുടെ ശ്രീധരൻ 50,000 വോട്ട് നേടിയ മത്സരം. അന്ന് 36,000 വോട്ടായിരുന്നു CPMന്റെ നമ്പർ എന്നുള്ളത്. അന്നത്തെ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 3,859 വോട്ടിൻ്റെതായിരുന്നു. 16 ഷാഫി പറമ്പിൽ 57,000 വോട്ട് നേടിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അന്ന് സ്ഥാനാർത്ഥിയായത്. 40,000 ചില്ലാനം വോട്ടാണ്. അന്നും CPMന് 38,000 ചില്ലാനം ഉണ്ട്. അപ്പോൾ അന്ന് ഷാഫിയുടെ ഭൂരിപക്ഷം 17,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. ഇനി 11 വരുമ്പോൾ അന്നും ഷാഫി പറമ്പിൽ ആണ് വിജയിച്ചത്. അന്ന് പക്ഷേ CPM ആണ് 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. KK ദിവാകരന് 40,000 ചില്ലാനം. BJPക്ക് അന്ന് കേവലം 22,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം, ഷാഫിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 7,400 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അതിനു മുമ്പ് CPMന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. ബാക്കിയുള്ള പാലക്കാട് മണ്ഡലത്തിലെ ഓരോ മണ്ഡലങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ക്ഷീണമുണ്ടാകുമ്പോൾ BJP കയറുന്ന മണ്ഡലമായിട്ട് കാണാൻ പറ്റും. മലമ്പുഴയടക്കം അത്തരത്തിലാണ് കാണുന്നത്. മറ്റുള്ള മണ്ഡലങ്ങൾ അങ്ങനെയാണ്. പക്ഷെ പാലക്കാട് വരുമ്പോൾ അവിടെ CPM ക്ഷീണിക്കുന്നതും BJP കയറി വരുന്നതുമാണ് കാണാൻ കഴിയുന്നത്. എങ്കിലും കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും ഒരു സാധ്യതകൾ നമ്മൾ കാണുന്നത്. അവിടെയുള്ള സാധ്യതകൾ എന്നുള്ളത് അത് വിവിധ തരത്തിൽ നോക്കുമ്പോൾ ഈ UDFും LDFും തമ്മിലുള്ള മത്സരമായിട്ട് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ നമ്പർ മാറുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ അവസാന നിമിഷം പണമൊക്കെ വിതരണം ചെയ്ത് വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടായ മണ്ഡലത്തിൽ അത് BJPക്ക് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ നോക്കിയാൽ മണ്ഡലം UDFനാണ് മേൽക്കോയ്മ. എങ്കിലും രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. NMR റസാഖ് എന്ന LDFന്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു പുതിയൊരു പരീക്ഷണമാണ് CPM അവിടെ വെച്ച് പുലർത്തിയത്. അത്തരമൊരു പരീക്ഷണങ്ങളൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ BJPക്ക് സാധ്യതകൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് എത്തരത്തിലാണ് മണ്ഡലത്തിൽ രമേശ് പിഷാരടിയിലൂടെ UDF നിലനിർത്തുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. അങ്ങനെയുള്ള സാധ്യതകളാണ് കൂടുതലെങ്കിലും ചില അട്ടിമറികൾ പ്രതീക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. ചിലപ്പോൾ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇതാണ് പാലക്കാടിന്റെ സാഹചര്യം. ഇനി തരൂർ മണ്ഡലത്തെ പറ്റിയാണ്. CPMന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. PP സുമോദാണ് CPM സ്ഥാനാർത്ഥി. KC സുബ്രഹ്മണ്യനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. സുരേഷ് ബാബു BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ PP സുമോദ് ഭൂരിപക്ഷം നേടിയത് KA ഷീബക്കെതിരെ ഭൂരിപക്ഷം 24,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. BJP 18,000 ചില്ലാനം വോട്ടുള്ള മണ്ഡലമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ AK ബാലനാണ് അന്ന് CPMന് വേണ്ടി മത്സരിച്ചത്. C പ്രകാശിനെതിരെ ബാലന്റെ ഭൂരിപക്ഷം 23,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 AK ബാലൻ ജയിച്ച മണ്ഡലം തന്നെയാണ്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 25,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ 2011 CPMന്റെ ഭൂരിപക്ഷം 25,000 ചില്ലാനം. 2016 എത്തുമ്പോൾ അത് 23,000 ചില്ലാനം. ഇനി 2021 എത്തുമ്പോൾ അത് 24,000 ചില്ലാനം. അപ്പോൾ എങ്ങനെ നോക്കിയാലും LDF നിലനിർത്തും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം പിടിക്കുക അസാധ്യമായ കാര്യമാണ്. പ്രത്യേകിച്ചും അത്തരം സുപരിചിതനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നോക്കിയാൽ മണ്ഡലം
CPM നിലനിർത്തും. CPM നിലനിർത്താനാണ് എല്ലാ രീതിയിലുള്ള സാധ്യതകളും തരൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചിറ്റൂർ മണ്ഡലമാണ്, പാലക്കാട് ചിറ്റൂർ മണ്ഡലം. സോഷ്യലിസ്റ്റ് ജനതാദളാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്, കോൺഗ്രസ് ആണ് UDFന് വേണ്ടി. അപ്പോൾ മുരുകദാസ് ആണ് സോഷ്യലിസ്റ്റ് ജനതാദൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സുമേഷ് അച്യുതനാണ് എതിർ സ്ഥാനാർത്ഥി. BJPയും മത്സര രംഗത്തേക്കുണ്ട്. അപ്പോൾ 2021 JDSന്റെ K കൃഷ്ണമൂർത്തി 84,000 ചില്ലാനം വോട്ട് നേടി. അന്ന് സുമേഷ് അച്യുതൻ 50,000 ചില്ലാനം വോട്ട്, BJP 14,000 ചില്ലാനം വോട്ട്. അന്നത്തെ ഭൂരിപക്ഷം SJDയുടെ ഭൂരിപക്ഷം 33,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 തെരഞ്ഞെടുപ്പിൽ K കൃഷ്ണകുട്ടി JDSന് വേണ്ടി അന്ന് നേടിയ ഭൂരിപക്ഷം 7,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 7,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം 2021 33,000 ഭൂരിപക്ഷമായിട്ട് മാറുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്നും അച്യുതൻ തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. 2011 കോൺഗ്രസിന്റെ അച്യുതൻ തന്നെ MLA ആയിരുന്ന മണ്ഡലമാണ്. അന്ന് CPMന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റായിരുന്നു. ഏതായാലും അന്നത്തെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 12,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അഥവാ 2011 കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 11,000 ചില്ലാനമായിരുന്നപ്പോൾ 2016 അത് JDSലൂടെ തിരിച്ചുപിടിച്ചു. 7,000 ചില്ലാനം ഭൂരിപക്ഷം 2021 എത്തുമ്പോൾ ഭൂരിപക്ഷം 33,000 മാറുന്നുണ്ട്. ഇപ്രാവശ്യം വീണ്ടും സുമേഷ് അച്യുതാനന്ദനിലൂടെ തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഈ ചിറ്റൂർ മണ്ഡലം തിരിച്ചുപിടിക്കണമെങ്കിൽ ഇപ്രാവശ്യവും അത് UDFന് ബലികേറ മലയായി മാറുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. നെന്മാറ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് K പ്രേമൻ CPM സ്ഥാനാർത്ഥി, കോൺഗ്രസിന് വേണ്ടി A തങ്കപ്പൻ, BDJS ആണ് NDAക്ക് വേണ്ടി മത്സരിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ K ബാബു CPMനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചപ്പോൾ അന്ന് CMP ആണ് UDFന് വേണ്ടി മത്സരിച്ചത്. പക്ഷേ അന്നത്തെ CPMന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 28,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. പിന്നോക്ക വിഭാഗങ്ങൾ കൂടുതലുള്ള മണ്ഡലമാണ്. BDJS അന്ന് 16,000 വോട്ട് നേടിയിട്ടുണ്ട്. അന്നത്തെ LDFന്റെ ഭൂരിപക്ഷം 28,000 ചില്ലാനം വോട്ട്. 2016 വരുമ്പോൾ K ബാബുവിന്റെ ഭൂരിപക്ഷം 7,400 ചില്ലാനം വോട്ടിൻ്റെത്. 2011 CPMന്റെ മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷം 8,600 ചില്ലാനം വോട്ട്. അന്ന് രാമകൃഷ്ണനും VM രാഘവനും തമ്മിലുള്ള മത്സരമായിരുന്നു. അത് 16 എത്തുമ്പോൾ K ബാബു AV ഗോപിനാഥൻ മത്സരം. അപ്പോൾ നിലവിൽ CPMനുള്ള ഭൂരിപക്ഷം 28,000 ചില്ലാനം. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണയും അവർ വിജയിച്ച മണ്ഡലത്തിൽ തീർച്ചയായും CPM തന്നെ നിലനിർത്താനാണ് സാധ്യത. അട്ടിമറി സാധ്യത നിലവിലുള്ള അവസ്ഥയിൽ നെന്മാറ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയാനാവില്ല. LDF നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തെ പറ്റിയാണ്. TM ശശി CPMന് വേണ്ടിയും KM ഫെബിൻ കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കുന്നു. പ്രസന്ന മാസ്റ്ററാണ് BJP സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ KD പരസേനൻ 74,000 ചില്ലാനം വോട്ടും പാളയം പ്രദീപ് 40,000 ചില്ലാനം കോൺഗ്രസിന് വേണ്ടി 40,000 ചില്ലാനം വോട്ടും BJP 18,000 വോട്ട് നേടിയ മണ്ഡലമാണ്. അന്ന് CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 34,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 വരുമ്പോൾ KD പരസേനൻ 71,000 ചില്ലാനവും കേരള കോൺഗ്രസ് മാണിയാണ് അന്ന് UDFന് വേണ്ടി മത്സരിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം 36,000 ചില്ലാനം വോട്ട്. 2011 വരുമ്പോൾ M ചന്ദ്രൻ CPMന് വേണ്ടി ജയിച്ച മണ്ഡലം. അന്നത്തെ ഭൂരിപക്ഷം 24,000 ചില്ലാനം വോട്ട്. അപ്പോൾ ഭൂരിപക്ഷം എണ്ണേണ്ട മണ്ഡലമാണ്. LDFന്റെ ഉറച്ച സീറ്റാണ് ആലത്തൂർ. മറ്റൊരു സാധ്യതയുമില്ല. CPM തന്നെ നിലനിർത്താനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. ഭൂരിപക്ഷം മാത്രം എണ്ണേണ്ടതാണ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നോക്ക വിഭാഗങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ അവിടെ കൃത്യമായിട്ടുള്ള മേധാവിത്വം LDFന് ഉണ്ടാവുന്നുവെന്നും UDFന് അവിടെ വലിയ മത്സരങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുമുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 34,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അത് എത്ര ആയിട്ട് ചുരുക്കാൻ പറ്റുമോ അത് നേട്ടമായിട്ട് വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റും. ഇനി ചേലക്കര മണ്ഡലമാണ്. CPMന് വേണ്ടി UR പ്രദീപ് മത്സരിക്കുന്നു. UDFന് വേണ്ടി ശിവൻ വീട്ടിക്കുന്നും ആണ് സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി K ബാലകൃഷ്ണൻ മത്സരിക്കുന്നു. 2024 ബൈ ഇലക്ഷൻ
നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് രമ്യ ഹരിദാസാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. CPM-ന് വേണ്ടി UR പ്രദീപാണ് മത്സരിച്ചത്. നല്ല മത്സരം നടത്തി. പക്ഷെ 12,000 ചില്ലാനം വോട്ടിന് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടു. BJPക്ക് 33,000 ചില്ലാനം വോട്ടുള്ള മണ്ഡലമാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ BJPക്ക് 33,000 ബൈ ഇലക്ഷനിൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം CC ശ്രീകുമാറിനെതിരെയുള്ള ഭൂരിപക്ഷം CPM തന്നെയാണ്. അന്നത്തെ സിറ്റിംഗ് സീറ്റാണ്, അവരുടെ ഉറച്ച കോട്ടയാണ്. 39,400 വോട്ടിൻ്റെതായിരുന്നു. 2016 CPM-ന്റെ ഭൂരിപക്ഷം 10,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2011 CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 24,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും കൃത്യമായിട്ടുള്ള മേധാവിത്വം CPM-നുള്ള മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ ചേലക്കരയും വീണ്ടും LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. മറ്റൊരു സാധ്യതയും നിലവിലുള്ള അവസ്ഥയിൽ വിലയിരുത്താൻ വഴിയാണ്. ഏത് ഭരണവിരുദ്ധ വികാരമുണ്ടായാലും ഈ ചേലക്കര മണ്ഡലം LDF-നൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളെ പറ്റിയാണ് ഇന്ന് പറഞ്ഞത്. ആ മണ്ഡലങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ചില മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. ആ മണ്ഡലങ്ങളിൽ UDF-ന് മുൻതൂക്കവുമുണ്ട്. പക്ഷേ ചില CPM കോട്ടകൾ, അതൊരിക്കലും ഇടത് കോട്ടകൾ അവിടെ വീഴില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തൃത്താലയിലാണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം. മറ്റൊന്ന് പാലക്കാട് മണ്ഡലമാണ്. ഈ 2 മണ്ഡലത്തിലാണ് വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. വേണമെങ്കിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താം. പട്ടാമ്പി അത്തരത്തിൽ വിലയിരുത്തേണ്ട മണ്ഡലമല്ല. ഏതായാലും നിലവിലുള്ള അവസ്ഥയിൽ തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര. അപ്പോൾ ഇതിൽ ചേലക്കര, ആലത്തൂർ, നെന്മാറ, ചിറ്റൂർ, തരൂർ, മലമ്പുഴ, ഒറ്റപ്പാലം, ഷൊർണൂർ, ഇത്ര മണ്ഡലങ്ങൾ LDF-ന് കൺഫേം ആയിട്ട് ഒരു മത്സര സാധ്യതയുമില്ലാതെ LDF-ന്റെ കയ്യിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ 8 മണ്ഡലങ്ങൾ 12-ൽ 8 LDF-ന്റെ കയ്യിൽ നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബാക്കി വരുന്ന 4 മണ്ഡലങ്ങൾ പട്ടാമ്പി, അതുപോലെ തന്നെ ഈ മണ്ണാർക്കാട്, പാലക്കാട്, മറ്റുള്ള മണ്ഡലങ്ങൾ, ബാക്കിയുള്ള 4 മണ്ഡലങ്ങൾ UDF-ന് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. ഇതിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ മണ്ണാർക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷകൾ LDF-ന് വെച്ചു പുലർത്താനുള്ള സാഹചര്യമില്ല. പരമാവധി പോയാൽ 8-4, 8 LDF 4 UDF, അല്ലെങ്കിൽ അതൊരു 9-3 ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പട്ടാമ്പി ചിലപ്പോൾ തിരിച്ച് അട്ടിമറി ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ ചിലപ്പോൾ മറ്റുള്ള സാധ്യതകൾ ഉണ്ടാവുമെങ്കിലും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ആ സാധ്യതയില്ല. 8-4, 9-3 ഇതായിരിക്കും പരമാവധി ഉണ്ടാകാവുന്ന നമ്പർ എന്നുള്ളത്.